ദൈവത്തിൻ്റെ അത് പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്താൽ അസാധ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങളൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ശ്വാസം ഒന്ന് മുകളിലേക്കെടുത്തേ, അതെ, താഴേക്ക് വിട്ടേ. ഇനി ഞാൻ പറയുന്നതനുസരിച്ച് ശ്വാസം മുകളിലേക്ക് എടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, എടുത്തേ സാധിക്കുന്നില്ല അല്ലേ? അപ്പോൾ കുറേ നേരം നമുക്ക് ശ്വാസം മുകളിലേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ശ്വാസം താഴേക്ക് വിടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്നതനുസരിച്ച് ശ്വാസം എന്ത് ചെയ്യണം? തിരിച്ചു വിടും. അപ്പോൾ അതുപോലെ പലപ്പോഴും നമ്മൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ വൈമുഖ്യത കാണിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ഇങ്ങോട്ട് കിട്ടണം, ഒന്നും തിരിച്ചു കൊടുക്കുവാനുള്ള മനോഭാവം നമ്മൾക്കില്ല. എന്നാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം അങ്ങനെയല്ല. അവൻ എല്ലാം നമുക്ക് തരുന്നു. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മുടെ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തിരിച്ച് പകരം കൊടുക്കുവാൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ശ്രമിക്കുന്നില്ല. നമ്മൾ ശ്രമിക്കാതെ നമ്മൾ പലപ്പോഴും മാനുഷികമായ ചിന്തകളിൽ നമ്മളായിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതം നമ്മൾ എടുത്ത് നോക്കുകയാണ് എങ്കിൽ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ ഇന്നത്തെ ലോകത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം, അങ്ങനെ ഒരു കാര്യം ഇന്ന് അസാധ്യമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഫറവോൻ്റെ സൈന്യം പുറകിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊല്ലുവാൻ വേണ്ടി ആർത്ത് അലച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചെങ്കടൽ മുൻപിൽ അവരെ വിഴുങ്ങുവാൻ വേണ്ടി ഇങ്ങനെ തിരകൾ ഓരോന്നായിട്ട് ഇങ്ങനെ വേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വൻ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് കാണുമ്പോൾ ഇസ്രായേൽ ജനം നടുങ്ങുന്നു. ഫറവോൻ്റെ സൈന്യം പിറകെ വരുന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവ് മോശയോടുകൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് മോശയോട് പറഞ്ഞു, മോശേ, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി എന്ത് ചെയ്യുക? നീ നീട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ ചെങ്കടൽ രണ്ടായിട്ട് എന്ത് ചെയ്തു? പിളർന്ന് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനിടയായി. വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയങ്ങളിൽ ഇത്രയും നല്ല ഒരു അനുഭവം, ഇത്രയും വലിയൊരു അനുഭവം ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. പിന്നെ ഏലി പ്രവാചകൻ എലീശയുടെ പുതപ്പെടുത്ത് യോർദാൻ നദിയിൽ അടിച്ചു, വെള്ളം ചിറ പോലെ കെട്ടി നിന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാലും ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു. പിന്നെ പറയുന്നു, അവർ എന്ത് ചെയ്തു? ഉണങ്ങിയ നിലത്തുകൂടെ എന്ത് ചെയ്യുന്നു? നടന്ന് നീങ്ങി എന്ന് പറഞ്ഞു. ഉണങ്ങിയ നിലത്തുകൂടെ അവർ നടന്ന് നീങ്ങി. വെള്ളം അടിച്ചുകൊണ്ടിരുന്ന, വെള്ളത്താൽ നിറയപ്പെട്ട ആ ഏരിയ, ആ സ്ഥലം എന്ത് ചെയ്യുന്നു? ഉണങ്ങിയ നിലമായി മാറി എന്നാണ് പറയുന്നത്. ഇത് ദൈവത്തെ കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഇവിടെ അതും ദൈവം ചെയ്യുന്നതിന് കാരണമുണ്ടോ? ഇസ്രായേൽ മക്കൾക്ക് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നും സംഭവിക്കുവാൻ പാടില്ല. ദൈവത്തെ അറിയുന്ന ജനത്തിന് ഒന്നും സംഭവിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു പ്രതിഭാസം അവിടെ കാണിക്കുന്നത്. അത് ഇന്ന് വായിക്കുമ്പോൾ നമുക്കൊരു പ്രചോദനം നൽകുകയാണ്, നമുക്കൊരു എൻകറേജ് ആകുകയാണ്. നമ്മളെന്താണ്? ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രയാസഘട്ടങ്ങളിൽ കൂടെ ഞാൻ നടന്നാലും അവിടെയെല്ലാം ദൈവം എന്നെ എന്ത് ചെയ്യുന്നു? ഉണങ്ങിയ നിലത്തോടുകൂടി എന്നെ സമാധാനമായിട്ട് എന്നെ ദൈവം എന്ത് ചെയ്യുന്നു? നടത്തുന്നു എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ എത്തിച്ചേരുവാൻ നമ്മളെ പ്രേരിതരാക്കുകയാണ്. ഇവിടെ ദൈവം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ഇന്ന് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കും നമ്മളെ ഓരോരുത്തരെയും. കാരണം എന്താണ്? നമ്മൾ വിശ്വാസത്തോടു കൂടി അവൻ്റെ സന്നിധിയിൽ ചെല്ലണം. ഇനി ഇസ്രായേൽ മക്കൾ, അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾക്ക് കുടിക്കുവാൻ വെള്ളം ഇല്ലാത്ത അവസ്ഥ. അവർ മോശയുടെ അടുത്ത് നിന്ന് പരാതിയും പരിഭവങ്ങളൊക്കെ പറയുകയാണ്.
വെള്ളം ഇല്ല എന്ന കാര്യത്തെക്കുറിച്ച്. അവർ ഇത്രയും നാൾ ദൈവം നടത്തിയ കാര്യങ്ങളും ഇത്രയും നാൾ ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അവർ മറന്നുപോയിട്ട് മോശയുടെ അടുത്ത് വന്ന് പിറുപിറുക്കുകയാണ്. മോശേ, നീ ചെയ്തത് ശരിയല്ല, നീ പറഞ്ഞത് എന്താണ് എന്നൊക്കെ കുറിച്ച് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരെങ്ങനെ മോശയുടെ അടുത്ത് വളരെ വഴക്കാളിയായ ഒരു മനുഷ്യരായി തീർന്നിരിക്കുകയാണ് അവർ. മോശയുടെ അടുത്ത് അവർ വന്ന് പറയുന്നത് കേട്ടപ്പോൾ മോശയ്ക്ക് എന്താണ്? ദേഷ്യം തോന്നി. അങ്ങനെ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, മോശ നീ എന്ത് ചെയ്യുക? ആ പാറയിൽ എന്ത് ചെയ്യുക? ഒന്ന് തൊടുക എന്നാണ് പറഞ്ഞത്. മോശ എന്ത് ചെയ്തു? പാറയെ അടിച്ചു. വെള്ളം എന്ത് ചെയ്യുന്നു? നദി പോലെ ഒഴുകി എന്നാണ് പറയുന്നത്. വെള്ളം നദി പോലെ ഒഴുകി. പാറയെ തൊട്ടപ്പോൾ വെള്ളം എന്ത് ചെയ്യുന്നു? നദി പോലെ ഒഴുകി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ പലപ്പോഴും നമ്മൾ മാനുഷികമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കിണർ കുഴിക്കുന്നു. നമ്മൾ കിണർ കുഴിച്ച് ആഴങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ അവിടെ പാറ കാണുകയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യും? നമ്മൾ ആ കിണറിൻ്റെ പണി അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ ആ പാറമേൽ വെള്ളം കാണുമെന്നുള്ള വിശ്വാസം നമുക്ക് വളരെ കുറവാണ്. ദൈവം പറഞ്ഞു, നീ ആ പാറമേൽ എന്ത് ചെയ്യുക? തൊടുക, അപ്പോൾ നിനക്ക് എന്ത് ചെയ്യും? കുടിക്കാൻ വെള്ളം കിട്ടും. മോശ അടിച്ചു, എന്താണ്? നദി പോലെ ഒഴുകി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഇസ്രായേൽ മക്കൾ പോയ സമയങ്ങളിൽ ആരാലും സാധ്യമല്ലാത്ത കാര്യങ്ങൾ, ആരാലും സാധിച്ചു കൊടുക്കുവാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്യുന്നു? സാധ്യമാക്കി കൊടുത്ത ആ ഒരു വലിയ ദൈവത്തെയാണ് ഞാനും നിങ്ങളും എന്താണ് ആരാധിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവചരിത്രങ്ങൾ നമ്മൾ അങ്ങോട്ട് മുഴുനീളം നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് കഷ്ടതയും പ്രയാസവും ഉണ്ടായ ഓരോ ഘട്ടങ്ങളിലും എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നു? അതിശയകരമായിട്ട് അവരെ വഴി നടത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ആഹാരമില്ലാതിരുന്ന സമയത്ത് അവർക്ക് മന്ന പൊഴിപ്പിച്ച് ആഹാരം കൊടുത്തു. മന്ന കൊടുത്തു. ആകാശത്തും സ്വർഗീയ ഭക്ഷണമായ മന്ന കൊടുത്തു. അത് ഇന്ന് നമുക്ക് സാധ്യമുള്ള കാര്യമല്ല, അത് നമുക്ക് അസാധ്യമായ കാര്യം. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുന്ന മക്കൾക്ക് ഒരു നാളും ആഹാരത്തിന് എന്ത് ചെയ്യത്തില്ല? മുട്ട് ഉണ്ടാകത്തില്ല. അതിന് ഒരു ഉദാഹരണമാണ് ഇസ്രായേൽ മക്കളുടെ ഈ ജീവിത രീതികൾ. അതുപോലെ തന്നെ അവർ മരുഭൂമിയിലൂടെ നടന്ന സമയത്ത് അവർ ചെരുപ്പിൻ്റെ വാർ എന്ത് ചെയ്തില്ല? അവർ ചെരുപ്പിൻ്റെ വാർ തേഞ്ഞു പോയിട്ടില്ല എന്ന് പറയുന്നു. അതിന് ഒരു ക്ഷീണവും പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെയുള്ള സാഹചര്യങ്ങൾ, വളരെ കഷ്ടതയും പ്രയാസവും നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ നമ്മളെ നടത്തുവാൻ ശക്തിയുള്ളൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങൾ ഒന്നും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുന്ന ഓരോ മക്കൾക്കും, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരു മക്കൾക്കും ഒരു നാളും ഒരു കുറവും സംഭവിക്കത്തില്ല. ഇസ്രായേൽ മക്കളുടെ ജീവിത രീതിയിൽ നമ്മൾ കാണുന്ന ഓരോ സംഭവങ്ങളും, അതുപോലെ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി എന്തെല്ലാം കാര്യമാണ് ചെയ്തത്? ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ വേണ്ടി 10 ബാധകളെ കൊണ്ടുവന്നു. അതിൽ കടിഞ്ഞൂലുകൾ നഷ്ടമാകുന്നു. അങ്ങനെ ദൈവത്തെ അറിയാതെ പോയ ഫറവോന് വളരെ അധികം പ്രതിസന്ധികൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇസ്രായേൽ മക്കൾ വളരെ സുഖലോലുപരായി ഇരുന്നു. മരുഭൂമിയിലൂടെ നടന്നപ്പോഴും അവർ വെയിലറിഞ്ഞില്ല, മഴയറിഞ്ഞില്ല. അവർ ഇരുട്ടിലൂടെ നടന്നപ്പോഴും അവരെ കാലെന്ത് ചെയ്തില്ല? കല്ലിൽ തട്ടി പോയില്ല. അങ്ങനെ വളരെ ഭദ്രമായിട്ട് അവരെ വഴി നടത്തിയ ദൈവം, എന്നിട്ടും ജനം എന്ത് ചെയ്തു? വഴി തെറ്റിപ്പോയി. എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ജനമേ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നന്മ ദൈവം ചെയ്തു തരുമ്പോൾ ആ ദൈവത്തെ വിട്ട് അകന്നു പോവുകയാണോ ചെയ്യേണ്ടത്? അതെയോ നീ ആ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുകയാണോ ചെയ്യേണ്ടത്? ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് എൻ്റെ ദൈവത്തിന് വേണ്ടിയായിരുന്നു. ഇത്രയും നാൾ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയായിരുന്നു. ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ ഞാൻ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധി വിട്ടു പോയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ദൈവം നമ്മളെ ഇത്രത്തോളം സ്നേഹിക്കുന്നു? ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ദൈവം ഇത്രത്തോളം നമ്മളെ വഴി നടത്തുന്നത്. ഇല്ലായിരുന്നു എങ്കിൽ എന്നേ നമ്മൾ താളടിയായി പോയി. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മളെ കാലിൽ ഇടറിയിട്ടുണ്ട്. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മുടെ കാലിൽ തട്ടിയിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം പറയുന്നു, ഞാൻ നിന്നെ കൈകളിൽ എന്ത് ചെയ്യും? വഹിച്ചുകൊള്ളും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്താൽ അസാധ്യമായ കാര്യങ്ങൾ ഒന്നുമില്ല. എല്ലാം എൻ്റെ സ്വർഗത്തിലെ ദൈവത്താൽ സാധ്യമാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളും ഇന്നു മുതൽ വേദപുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുക.
ദൈവത്തെ അറിയുക. കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്ഷിതാവാണെന്ന് ഏറ്റുപറയുന്ന ഏവനും നിത്യജീവനുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഏറ്റുപറയുക. കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന സമയങ്ങളിൽ നമ്മൾ ആലോചിക്കുക, എൻ്റെ കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ കൈവച്ച് ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും എൻ്റെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഉള്ള സമയങ്ങളിൽ നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ടും ദൈവത്തെ ആശ്രയിച്ച് നീങ്ങുക. ദൈവമെന്ന ആ വാക്കിന് ആ പദത്തിന് തത്തുല്യമായ പരിഗണന കൊടുക്കുക. ജീവിതത്തിൽ നന്മയെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം പലപ്പോഴും താളടിയായി പോകും. പല സാഹചര്യങ്ങളും വിചാരിച്ചിട്ടുണ്ട്, ഇനി ജീവിക്കണ്ട, ഇനി എന്തായാലും മരിച്ചാൽ മതി എന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ ഇന്നു മുതൽ നീ ക്രിസ്തുവിനെ നിൻ്റെ വഴികാട്ടിയായി സ്വീകരിക്കുക. പലപ്പോഴും നീ വിചാരിച്ചിട്ടുണ്ടോ, ഈ രോഗം കാരണം ഞാൻ മരിച്ചു പോകുമെന്ന്. 12 വർഷം രക്തസ്രാവം പിടിച്ച സ്ത്രീയെ സൗഖ്യമാക്കിയ കർത്താവ്, അവളുടെ വിശ്വാസമാണ് അവളുടെ സൗഖ്യത്തിന് കാരണമായത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ നിന്നെയും ദൈവം അനുഗ്രഹിക്കും. ആ വിശ്വാസം നിനക്ക് ഉണ്ടെങ്കിൽ നിന്നെയും ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ പ്രശ്നങ്ങൾക്ക് അങ്ങ് പരിഹാരം തരുമാറാകണമേ എന്ന്. ഈ ദൈവത്തെയാണ്, അതായത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മോശയെ വഴി നടത്തിയ കർത്താവ്, ജോഷുവെ വഴി നടത്തിയ കർത്താവ്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ദൈവം നമ്മെ എല്ലാവരെയും വഴി നടത്തുവാൻ ഇന്നും ശക്തനാണ്. കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ അതിന് ഉദാഹരണമാണ്. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ, നമ്മൾ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന സമയങ്ങളിൽ എൻ്റെ ദൈവം ഇതെല്ലാം സാധ്യമാക്കി തരുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. മോശയുടെ ജീവചരിത്രം നമ്മൾ വീണ്ടും പരിശോധിക്കുമ്പോൾ, മോശ രാജസന്നിധിയിൽ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് വളർന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ എന്നാലും മരണമാണ് അവനെ ആദ്യം എന്ത് ചെയ്തിരുന്നത്? കാത്തിരുന്നത്. മരണം കാത്തിരുന്ന മോശയെ എന്ത് ചെയ്തു? ദൈവം അവിടെ നിന്ന് വിളിച്ചു. അവനെന്ത് ചെയ്തു? രാജ്ഞിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. രാജ്ഞിയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്താണ്? വീണ്ടും അവൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്ന ഒരവസ്ഥ. ഈ ഒരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ആൺകുട്ടികൾ അവിടെ ഒന്നും ഇല്ല, എന്നിട്ടും ദൈവം എന്ത് ചെയ്തു? ഒരു പൈതലിനെ അവിടെ വളർത്തിയെടുക്കുകയാണ്. ആർക്ക് എതിരായിട്ട്? ഫറവോനെതിരായിട്ട്, അവിടെ തിന്മയ്ക്ക് എതിരായിട്ട് ഒരു പൈതലിനെ ദൈവം വിളിച്ചു വേർതിരിക്കുകയാണ്. ആ ഒരു പൈതൽ നിങ്ങളായിരിക്കാം. ഒരു പക്ഷേ ഇന്ന് നിങ്ങളെ ദൈവം വിളിക്കുകയാണ്. ദൈവം വിളിക്കുമ്പോൾ ആ വിളിക്ക് യോഗ്യമാവണ്ണം നിങ്ങൾ നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഈ സെർമൺ കേൾക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ അതായിരിക്കാം. ആ ശത്രുവിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞായി മോശ വളർന്നു എങ്കിൽ ഇന്ന് ഈ സമൂഹത്തിൽ, ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ആ സമൂഹത്തെ വിളിച്ച് വേർതിരിക്കുവാൻ പറ്റിയ ഒരാളായിട്ട് നിങ്ങളിന്ന് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. പ്രിയ സഹോദര സഹോദരി, നീ ആരുമായിക്കോട്ടെ, നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവസന്നിധിയിലുണ്ട്. ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക. മോശയെ വഴി നടത്തിയ കർത്താവ്, പല സാഹചര്യങ്ങളിലും തളർന്നു പോയിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം മോശയെ സമാധാനിപ്പിച്ച എൻ്റെ ദൈവം. അതുകൊണ്ട് നിങ്ങളും ആ ദൈവത്തെ ആരാധിക്കുക. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്ക് പറ്റത്തില്ല, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. എങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരം തരും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കും. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളിലിരിക്കുന്ന ആരെങ്കിലും മരിച്ചു പോയാൽ ഇനി നാളെയുള്ള ദിവസത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നമ്മളിൽ ആരാണ് ക്രിസ്ത്യാനി എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. ആരാണ് ക്രിസ്ത്യാനി? പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തുവിൻ്റെ അനുയായി. ഇന്ന് നിങ്ങൾ അങ്ങനെ ആയിട്ടുണ്ടോ? നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കിയാട്ടെ. ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളെ വിളിക്കുകയാണ് എങ്കിൽ എന്ത് നന്മയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ദൈവം നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും ദൈവം നിങ്ങളെ വഴികാട്ടിയായിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും ദൈവം നിങ്ങളെ തുണച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. ആ സമയങ്ങളിലെല്ലാം നിങ്ങളെന്താണ്? ദൈവസന്നിധിയിലായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിലാണോ എന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ശോധന ചെയ്താട്ടെ.
ഇന്ന് രാത്രികാലം നിങ്ങളെ ദൈവം വിളിക്കുകയാണ് എങ്കിൽ എന്ത് നിങ്ങൾക്ക് പകരം കൊടുക്കുവാൻ നിങ്ങളുടെ കയ്യിൽ കാണും? പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക, ദൈവത്തിന് തത്തുല്യമായ പരിഗണന കൊടുത്ത് ജീവിക്കുക. നമ്മൾ പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾ ജീവിച്ച ചുറ്റുപാടിൽ നിങ്ങളുടെ മക്കൾ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടിൽ നിങ്ങളുടെ മക്കൾ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പലപ്പോഴും പല മാതാപിതാക്കളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇല്ല പാസ്റ്ററെ, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. കാരണം അവർ ജീവിച്ച് വളർന്നത് വളരെ മ്ലേച്ഛമായ രീതിയിലാണ്. അവരുടെ കുഞ്ഞുങ്ങളെ അവർ നല്ല രീതിയിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെയാണ് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു കാലത്തും കർത്താവായ ദൈവം നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകുന്നത് ഇഷ്ടമില്ല. അവൻ എപ്പോഴും നമ്മൾ നന്മയിലേക്ക് വരണമെന്ന കാര്യമാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ മനുഷ്യൻ സന്തോഷിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. മനുഷ്യൻ ദുഃഖിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അവൻ മനുഷ്യപുത്രനായി ഈ ഭൂമിയിൽ അവതരിച്ചു. അവൻ്റെ പാവങ്ങൾക്ക് മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി, സാത്താൻ്റെ അധീനതയിൽ നിന്ന് അവൻ സന്തോഷത്തോടു കൂടി വരുവാൻ വേണ്ടി ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു സകല പാപങ്ങളെയും ഏറ്റ് കാൽവറി ക്രൂശിൽ ബലിയാടായത്. അത് ആരെക്കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ എൻ്റെ ദൈവത്താൽ അത് സാധ്യമായി. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവൻ വാനമേഘങ്ങളിൽ പോയി. അവൻ ഇനി വീണ്ടും വരുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയാതെ നമ്മൾ മ്ലേച്ഛമായ രീതിയിൽ നടക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അങ്ങനെ പോകാതെ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ അടുത്തേക്ക് വരിക. നിങ്ങൾ ക്രൂശിനെ നോക്കി അടുത്തേക്ക് വരിക. എന്നാൽ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. സകലത്തെയും സാധ്യമാക്കുന്ന ദൈവം. ക്രൂശിനെ നോക്കിക്കൊണ്ട് ജീവിക്കുക. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്ന നാളിൽ നമ്മൾ തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും? ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് പോലെ കേട്ടില്ല എങ്കിൽ എന്തുമാത്രം വിഷമം നിങ്ങൾക്കുണ്ടാകും. അതുപോലെ ദൈവം വീണ്ടും വരുന്ന നാളിൽ നിങ്ങൾ തെറ്റിപ്പോയി എങ്കിൽ എന്തുമാത്രം വിഷമം എൻ്റെ ദൈവത്തിനുണ്ടാകും. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നീ എത്രത്തോളം ദൂരേക്ക് പോയാലും മുടിയനായ പുത്രനെ കാത്തിരുന്ന അപ്പനെ പോലെ ദൈവം കാത്തിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവൾ അല്ലെങ്കിൽ അവൻ എൻ്റെ സന്നിധിയിലേക്ക് വരും എന്ന കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഒരു കാര്യം ചിന്തിക്കുക. നിങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് വരിക, പ്രാർത്ഥനയോടുകൂടി വരിക, വിശ്വാസത്തോടു കൂടി വരിക. അങ്ങനെയായിരുന്നാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവത്തെ മുൻനിർത്തി ചെയ്യുക. മോശയെ വഴി നടത്തിയ ദൈവം ഇന്നും ശക്തനാണ് നമ്മെ വഴി നടത്താൻ. കാരണം ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മോശയെ വഴി നടത്തിയ ദൈവം തന്നെ നിൻ്റെ കൂടെയും ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം. അത് മോശയ്ക്ക് കൊടുത്ത അതേ ഉത്തരം തന്നെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ എന്നും നമ്മളെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവത്തെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക. ഞങ്ങൾ ഇത്രയും ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ട്, ദൈവത്തെ അറിയുക. അത് നിങ്ങൾ നിസ്സാരമാക്കി കളയരുത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരും നന്മയിലേക്ക് വരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് വേദപുസ്തകത്തിന് അനുയോജ്യമായ രീതിയിൽ നടക്കുവാൻ ശ്രമിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ഓരോരുത്തരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ വലിയവനായ ദൈവത്തെ കരയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ഒരുവൻ ചിരിക്കുന്നുണ്ട്. നിങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ഒരുവൻ നിന്ന് അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട്. കണ്ടോ, ദൈവത്തിൻ്റെ ജനമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്ന പോക്ക് കണ്ടോ? അങ്ങനെ സാത്താനെ ചിരിപ്പിക്കുവാനും എൻ്റെ ദൈവത്തെ കരയിപ്പിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. എൻ്റെ ദൈവത്തെ കരയിക്കുവാനും സാത്താനെ ചിരിപ്പിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടമാണ് എൻ്റെ ദൈവം സഹിച്ചതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കണം. എൻ്റെ ദൈവം സഹിച്ച സഹനമെന്ന് പറഞ്ഞാൽ അവൻ ചാട്ടവാർ അടികൊണ്ടു, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. അങ്ങനെ ദൈവത്തെ വളരെയധികം കഷ്ടപ്പെടുത്തി. അതെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു? എനിക്കും നിങ്ങൾക്കും വേണ്ടിയായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. എൻ്റെ ദൈവത്തെ കരയിപ്പിക്കുവാൻ ഇടയാക്കരുത്. എൻ്റെ ദൈവത്തെ കരയിപ്പിക്കുവാൻ ഇടയാക്കരുത്. ആ ദൈവത്തിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുക.
അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. പ്രിയമുള്ള ശ്രോതാക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക. സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത് ആരും നശിച്ചു പോകാൻ എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ആരെയും കൊല്ലുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ജീവനോടെ ഇരിക്കണം. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, എല്ലാവരെയും ഒരുമിച്ച് എടുത്തത്. അവൻ ഭൂമിയിലെ മനുഷ്യനെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ മനുഷ്യരൂപം എടുത്ത് ഈ ഭൂമിയിൽ വന്നത്. ആരുടെയും നാശം എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശത്രു മാത്രമാണ്. നിങ്ങൾ നശിച്ച് കാണണമെന്ന് നിങ്ങളുടെ ശത്രു ആഗ്രഹിക്കുന്നുണ്ട്. ആ ശത്രുവിൻ്റെ മേൽ വിജയം നേടണമെങ്കിൽ നസ്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ഒരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ ജീവിതത്തെ യേശുവിന് കൊടുക്കും. എനിക്ക് സാധിക്കാത്ത കാര്യങ്ങളാ എൻ്റെ ദൈവം എനിക്ക് എന്ത് ചെയ്യും, സാധ്യമാക്കി തരും. അവൻ തക്ക സമയത്ത് തന്നെ അത് സാധ്യമാക്കി തരും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊട്ടെ. നിങ്ങൾ ഒരു ചെറിയ കുടിൽ വെക്കണമെങ്കിൽ എത്ര സമയമെടുക്കും? ഏകദേശം ഒരു ദിവസം മാത്രം മതിയല്ലേ? എന്നാൽ ഒരു വലിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ, ഒരു വലിയൊരു ബിൽഡിംഗ് വെക്കണമെങ്കിൽ, വലിയൊരു കെട്ടിടം വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അത് നിരവധി ഒരു വർഷമെങ്കിലും അതെടുക്കും. അങ്ങനെ വളരെ കാലം കൊണ്ടായിരിക്കും അത് പണിയുന്നത്. അതുപോലെയാണ് ക്രിസ്തീയ ജീവിതവും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ ഒരു കാര്യം മനസ്സിലാക്കുക. നിനക്ക് ഇപ്പോൾ അനുഗ്രഹം വേണമെങ്കിൽ ഒരു ദിവസത്തിൽ ചെറിയൊരു അനുഗ്രഹം വരും. എന്നാൽ നിന്നെ കാത്തിരിക്കുന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. അത് മറന്നേക്ക് പുറത്തു വരണമെങ്കിൽ നീ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിഞ്ഞ് ദൈവപാതയിലേക്ക് വരണം. വേദപുസ്തകം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമൊന്നും എന്തെയില്ല, ലജ്ജിച്ചു പോയതുമില്ല. സങ്കീർത്തനങ്ങൾ 34 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ദൈവത്തിലേക്ക് നോക്കുന്നവർ എന്ത് ചെയ്യും? പ്രകാശിതരായിരിക്കും. അവരുടെ മുഖം എന്ത് ചെയ്യത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. അതുകൊണ്ട് തീരുമാനമെടുക്കുക, ദൈവത്തെ നോക്കി ജീവിക്കും എന്ന്. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. പലപ്പോഴും പലരും പ്രാർത്ഥിക്കാനിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ മൊബൈൽ എന്ത് ചെയ്യും, റിങ് ചെയ്യും. മൊബൈൽ റിങ് ചെയ്യുന്ന സമയത്ത് ഉടനെ എന്ത് ചെയ്യും, അവിടെ ശ്രദ്ധ നമ്മുടെ അങ്ങോട്ട് പോകും. ആരാണ് മൊബൈലിൽ വിളിച്ചത്? ആരായിരിക്കും? നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധ വേറെ എങ്ങും പോകാൻ പാടില്ല. അങ്ങനെയായിരുന്നാൽ നമ്മൾ അനുഗ്രഹം എന്ത് ചെയ്യും, കുറയും. നമ്മൾ ശ്രദ്ധ ദൈവത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അനുഗ്രഹം നമുക്ക് കൂടുതൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ മൊബൈലിൽ ആര് വിളിച്ചാലും ശരി തന്നെ, എൻ്റെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ഊന്നിയുള്ള ജീവിതം ഞങ്ങൾ നയിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവമേ, ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സാധ്യമാക്കി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും നന്മയ്ക്കായി വരണം. അടിയൻ ചോദിച്ചു ചുരുക്കമാണെങ്കിലും അധികമായി നന്മകളെ കൊണ്ട് നിറയ്ക്കണം. സകലതും വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം അടിയൻ്റെ പരമപിതാവേ. ആമേൻ.